ഭാവിയിൽ ഒരു സ്പേസ് സയന്റിസ്റ്റ് ആവണം എന്ന് പല മക്കളുടെയും ഒരു സ്വപ്നമായിട്ട് പറയാറുണ്ട്. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ ഒരു സ്പേസ് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ പല മക്കളുടെയും ഒരു കരിയർ അംബീഷൻ ആയിട്ട് പറയാറുണ്ട്. പക്ഷേ എന്താണ് ഇതിനുള്ള വഴി, എവിടെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് പലരും കേട്ട് കാണും. എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം അല്ലേ. ഏഷ്യയിലെ തന്നെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് IIST. ഇന്ത്യയിലെ കേരളത്തിലെ അതുമല്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വലിയ മലയിലാണ് ഈ പറഞ്ഞ IIST സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് IISTയിലേക്ക് പ്രവേശനം നേടുക, ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് സ്കൂൾ ലെവലിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞവരോ +2 കഴിഞ്ഞവരോ ഒക്കെ ആണെങ്കിൽ, ഡിഫറൻറ്റ് കരിയർ ഫീൽഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് IIST എന്നുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് സ്ട്രീം എടുത്ത് +2 കഴിഞ്ഞ് JEE പരീക്ഷയിലൂടെയാണ് IISTയിലേക്കുള്ള അഡ്മിഷൻ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. JEE മെയിൻ കഴിഞ്ഞ് JEE അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതി അതിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്കാണ് IISTയിലേക്കുള്ള പ്രവേശനം. അപ്പോൾ JEE മെയിനിൽ നിന്നും 2,50,000 കുട്ടികളാണ് JEE അഡ്വാൻസ്ഡിലേക്ക് തിരഞ്ഞെടുക്കുക എന്ന് നമുക്കറിയാം അല്ലേ. JEE അഡ്വാൻസ്ഡിലൂടെയാണ് ഈ പറഞ്ഞ IISTയിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 4 വർഷത്തെ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ BTech, 4 വർഷത്തെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏവിയോണിക്സിലും അവിടെ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ഉണ്ട്. ഇനി BTech + MTech അല്ലെങ്കിൽ BTech + MSc മാസ്റ്റർ ഓഫ് സയൻസ് വിഷയങ്ങളിൽ 5 വർഷത്തെ ഡുവൽ ഡിഗ്രി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമും IISTയിൽ അവൈലബിൾ ആണ്. 5 വർഷത്തെ IISTയിലെ പ്രോഗ്രാം അണ്ടർ ഗ്രാജുവേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സിറ്റ് ഓപ്ഷൻ ഇല്ല. നമുക്ക് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. 5 വർഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് കംപ്ലീഷൻ ആയിട്ട് കണക്കാക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിനോടകം കൂട്ടിച്ചേർക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ JEE പരീക്ഷ എഴുതി JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ IISTയിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ തന്നെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ IIST എന്നുള്ളത്. IIST റീസെൻ്റ്ലി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അൻവിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള 50 കുട്ടികൾക്ക് 9, 10, +1 ക്ലാസ്സുകളിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്പേസ് സയൻസിനെ കുറിച്ചിട്ടും ടെക്നോളജിയെ കുറിച്ചിട്ടൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വർക്ക്ഷോപ്പ്. അതിൽ ആക്ച്വലി നമ്മൾ എക്സാം ബൈ ലേണിംഗിൽ നിന്ന് ഒരു കുട്ടി പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ആൾ +2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുന്നേ നമ്മുടെ എക്സാം ബൈ ലേണിംഗിൻ്റെ ഭാഗമായിരുന്ന നിത എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് അൻവിക ക്യാമ്പിൽ പങ്കെടുത്തത്. അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ISRO കണ്ടക്ട് ചെയ്യുന്ന യുവിക ക്യാമ്പിലും നിങ്ങൾ ഒരുപാട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു കാണും. യുവിക ക്യാമ്പിലും നമ്മുടെ 6 കുട്ടികൾ കഴിഞ്ഞ 2 വർഷത്തിനിടക്ക് ക്യാമ്പുകളിലായിട്ട് പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലുള്ള സ്പേസ് സയൻസിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ മക്കൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സെലക്ട് ചെയ്യാൻ പറ്റുന്ന, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ IIST എന്നുള്ളത്. സോ IISTയെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. www.IIST.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. മറ്റൊരു കരിയർ ഓപ്ഷനുമായിട്ട് ഒരു ക്വിക്ക് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.